എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ BTST ട്രേഡിൻ്റെ ഒന്ന് രണ്ട് പോയിൻറ്റ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പ്രീമിയം സെലക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി ഒന്ന് രണ്ട് പോയിൻറ്റ്സും കൂടി, ഈ പ്രീമിയം സെലക്ഷൻ മാത്രമല്ല, നമ്മൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ വീക്കിലി എക്സ്പയറി എന്ന രീതിയിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി എടുക്കുകയാണെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 5 രൂപ അല്ലെങ്കിൽ ഒരു 8 രൂപ, മാക്സിമം ഒരു 10 രൂപ 12 രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ മന്ത് എൻഡ് എക്സ്പയറി ഇപ്പോൾ 1-ാം തീയതിയോ 2-ാം തീയതിയോ എന്താ പറയുക, നമ്മളൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഏകദേശം 10 രൂപൻ്റെയും 15 രൂപൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ 15 രൂപൻ്റെ താഴെയുള്ള പ്രീമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിലൊരു ഇൻഡിസസ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡിസസിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. അപ്പോൾ അതിൽ ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് എടുക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ 1 മന്ത് ചാർട്ട് എടുത്ത ശേഷം നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ 1 മന്ത് ചാർട്ട് എടുത്ത ശേഷം ഈ ഒരു മാസത്തിൽ ബാങ്ക് നിഫ്റ്റി എത്ര പോയിൻറ്റ്സാണ് മൂവ്മെൻറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ഒരു പ്ലേസിൽ നിന്നും താഴേക്ക് ഇറങ്ങി മാർക്കറ്റ് ഹൈയിലേക്ക് പോയി. അപ്പോൾ ഇത്രയും പോർഷൻ, ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ എത്ര പോയിൻറ്റ്സാണ് മൂവ് ചെയ്തത്, ഒരു മാസം എത്ര പോയിൻറ്റ്സാണ് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ ചെയ്ത പ്ലേസിൽ നിന്നും എത്ര പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നൽകി എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ നിങ്ങൾ ഏതൊരു ഇൻഡിസസ് എടുക്കാൻ പോകുന്ന ഏത് ഇൻഡിസസ് ആണെങ്കിലും ആ ഇൻഡിസസ് ഒരു മാസത്തിൽ എത്ര പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് നൽകി, എത്ര പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റാണ് ആ ഒരു ഇൻഡിസസ് മൂവ് ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, യാഹൂ ഫൈനാൻസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ www.yahoofinance.com അല്ലെങ്കിൽ finance.yahoo.com എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ഓപ്ഷനിൽ നിഫ്റ്റി നടച്ച് തന്നെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റിയുടെ ഫിൻ നിഫ്റ്റി എല്ലാം വരും. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇവിടെ നോക്കിയാൽ ഈ താഴെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റയുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ ഹിസ്റ്റോറിക്കൽ പ്രൈസ് കിട്ടും. ഫ്രീക്വൻസി ഡെയിലി എന്നുള്ളത് മാറ്റിയിട്ട് മന്ത്ലി ആക്കുക. ഓക്കെ, മന്ത്ലി ആക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു വർഷത്തെ ഒരു 1 ഇയറിൻ്റെ ഡാറ്റ, അതായത് ഡേറ്റ് വൈസ് ഓരോ മന്ത് വൈസ് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ മന്ത് വൈസ് ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് ഇത് നമുക്ക് കിട്ടും. ഒരു വർഷത്തെ ഡാറ്റയാണ് ഇതിൽ കിട്ടുക. നമുക്ക് ഒരു വർഷത്തെയോ നമുക്ക് 5 വർഷത്തെയോ മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു സ്റ്റാർട്ട് ഡേറ്റും ഒരു എൻഡ് ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 5 ദിവസത്തെ, 3 മാസത്തെ, 6 മാസത്തെ YTD സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വർഷത്തെ ഡാറ്റ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, എക്സെൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരു ഹൈൻ്റെയും ലോയിൻ്റെയും ഏറ്റവും മുകളിൽ പോയതും ഏറ്റവും താഴെ വന്നതിനും ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു ആവറേജ് 2000 പോയിൻറ്റ്സ് 2500 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് നൽകിയിട്ടുള്ളൂ. ചില മാസങ്ങളിൽ 4000 പോയിൻറ്റ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്, ചില മാസങ്ങളിൽ 3000, 2000, 1400, 1900. അപ്പോൾ ഒരു ആവറേജ്, ഇപ്പോൾ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ആ ഒരു 11-12 മാസത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആവറേജ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 2400 പോയിൻറ്റ്സ് ആണ്. അല്ലെങ്കിൽ 2500 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ നൽകിയിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ഓരോ മാസം ഒരു ഹൈയും ലോയിൻ്റെയും നോക്കുകയാണെങ്കിൽ 2500 പോയിൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിപ്പോൾ ഏത് ഇൻഡിസസ് ആണെങ്കിലും നിങ്ങൾ സെയിം ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ നോക്കുക. ഓക്കെ, അതിനുശേഷം ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് ഇപ്പോൾ കറണ്ടായിട്ടുള്ള മാർക്കറ്റ് ഡാറ്റ നോക്കുക. കറണ്ടായിട്ടുള്ള മാർക്കറ്റ് പ്രൈസ്, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്
46,800 ആ റേഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇനിയിപ്പോൾ എക്സ്പയറി എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് 6-ാം തീയതിയാണ്. സോ നമുക്ക് 13-ാം തീയതിയത്തെ എക്സ്പയറി എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പ്രീമിയം എന്ന് പറയുന്നത് 10 രൂപയിൽ താഴെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ആദ്യം നമുക്കൊരു പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം 10 രൂപയിൽ താഴെയുള്ള ആ ഒരു 10 രൂപ റേഞ്ചിലുള്ളത് നോക്കാം. 43,500. ഓക്കെ, അടുത്ത ആഴ്ച എക്സ്പയറി ആവുന്ന നമുക്ക് ആ 10 രൂപ റേഞ്ച് വരുന്ന ഒരു പ്രീമിയത്തിൻ്റെ ആ ഒരു സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് 43,500 ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 46,800 ഇപ്പോൾ നിൽക്കുന്നത് 46,800. നമ്മൾ എടുക്കുന്ന 10 രൂപയുടെ പ്രീമിയം എന്ന് പറയുന്നത് 43,500. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഏകദേശം 3,300 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒരു മാസത്തെ മൂവ്മെൻറ്റ് 2,500 പോയിൻ്റേ ഉള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന പ്രീമിയോ 3,300 പോയിൻറ്റ്സ് ഔട്ട് ഓഫ് ദ മണിയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 6-ാം തീയതി, നമ്മൾ എക്സ്പയറി എന്ന് പറയുന്നത് 13-ാം തീയതി. ഓക്കെ, അപ്പോൾ ഒരാഴ്ച കൊണ്ട് 3,300 പോയിൻറ്റിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുന്നത് അറ്റ് ദ മണി ആവുള്ളൂ, അറ്റ് ദ മണി എന്ന് പറയുന്നത് ഇൻ ദ മണിയിലേക്ക് പോവുള്ളൂ, അങ്ങനെ പോവുള്ളൂ. ഇവിടെ ഒരു മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് 2,500 പോയിൻ്റേ ഉള്ളൂ. ഓക്കെ, അത് ഒന്നില്ലെങ്കിൽ അപ്പ് ട്രെൻഡോ ഒന്നില്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ ഏത് രീതിയിൽ വന്നാലും ഒരു ഹൈയും ലോയും എടുക്കുന്ന സമയത്ത് 2,500 പോയിൻ്റേ ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പ്രീമിയം സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു പ്രീമിയമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കോൾ ഓപ്ഷൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 13 രൂപ 50 പൈസ എന്ന രീതിയിലുള്ള പ്രീമിയം സെലക്ട് ചെയ്യാം. ഇത് കിടക്കുന്നത് 49,500 49,500 എന്ന രീതിയിലുള്ള പ്രീമിയം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. അപ്പോഴും എത്ര വരുന്നുണ്ട്? 2,700 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ താഴേക്കാണെങ്കിലും മുകളിലേക്കാണെങ്കിലും നമ്മളെടുത്ത പ്രീമിയം എന്ന് പറയുന്നത് 3,300 പോയിൻ്റ് താഴെയും 2,700 പോയിൻ്റ് മുകളിലുള്ള പ്രീമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നമ്മളിപ്പോൾ 10 രൂപ വേണ്ട, നമുക്കൊരു 9 രൂപ 8 രൂപ അല്ലെങ്കിൽ 3 രൂപയുടെ പ്രീമിയം മതി എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും 3,000 പോയിൻറ്റ്സിന് പകരം 4,000 5,000 പോയിൻറ്റ്സിൻ്റെ അപ്പുറം അല്ലെങ്കിൽ ഒരു 6,000 പോയിൻറ്റ്സിൻ്റെ അപ്പുറം ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രീമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്ലി ആവറേജ് കഴിഞ്ഞ ഒരു വർഷം നിങ്ങളിപ്പോൾ 5 വർഷം നോക്കിയാൽ പോലും ഒരു ആവറേജ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ 2,500 3,000 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലേ വന്നിട്ടുള്ളൂ. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രീമിയം എന്ന് പറയുന്നത് 6,000 5,000 പോയിൻറ്റ്സിൻ്റെ അപ്പുറമുള്ള പ്രീമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ബൈയിങ്ങിനാണോ ഏറ്റവും കൂടുതൽ ചാൻസ് അല്ല ഓപ്ഷൻ സെല്ലിങ്ങിനാണോ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളത് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, നമ്മൾ ഹോൾഡ് ചെയ്യും തോറും നമ്മുടെ പ്രീമിയം 0യിലേക്ക് തന്നെ പോകും. ഒരാഴ്ച ഹോൾഡ് ചെയ്താലും 0യിലേക്ക് പോയും. ഇപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് പകരം തൊട്ടടുത്ത ആഴ്ചയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും ഇവിടെ ചില പ്രീമിയം നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചിലതൊക്കെ 10 രൂപ പ്രീമിയം ഇടയിൽ വരുന്നുണ്ട്. ചിലത് ഏറ്റവും ലോവസ്റ്റ് പ്രീമിയം എന്ന് പറയുന്നത് 14 രൂപ. ഇവിടെ 40,900 കയറി നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് 46,000. സോ ഏകദേശം 6,000 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് അവിടെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ കോൾ ഓപ്ഷൻ്റെ ഒരു പ്രീമിയം എടുക്കുകയാണെങ്കിൽ പോലും സെയിം 7 രൂപ 13 രൂപ ആ റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ 52,000 എന്ന ആ ഒരു റേഞ്ചിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 46,000 നിന്ന് 52,000 പറഞ്ഞാൽ അവിടെയും ഒരു 6,000 പോയിൻറ്റിൻ്റെ ഡിഫറൻസ്. ഒരു മാർക്കറ്റ് ഒരു മാസം മൂവ് ചെയ്താൽ പോലും എത്താത്ത ഒരു പ്രീമിയത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ പറയുന്ന പോലെ പേഴ്സൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 13 രൂപയുടെ 25% നമ്മളിപ്പോൾ റിട്ടേൺ എടുക്കുന്നത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. 13 രൂപ പ്രീമിയത്തിൻ്റെ 25% റിട്ടേൺ ഏകദേശം 3 രൂപ 25 പൈസ നമുക്ക് 13 രൂപയിൽ നിന്നും 16 രൂപയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് 25% റിട്ടേൺ കിട്ടി. ഓക്കെ, നമ്മളിവിടെ എടുക്കുന്ന ക്യാപിറ്റൽ ഇപ്പോൾ 1 lakh ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക്
ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം FD ഇട്ടാൽ കിട്ടുന്ന ആ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇട്ട് ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് ഇതിൽ കിട്ടും എന്ന് ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അവർ അത്രയും ഹ്യൂജ് ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യുന്നത്. 1 lakh 5 lakhs ക്യാപിറ്റലൊക്കെ ഇട്ട് ട്രേഡ് ചെയ്യുന്നവർ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഈ 10 രൂപ അല്ലെങ്കിൽ 12 രൂപ എന്നുള്ളത് ഏകദേശം 2 രൂപ 3 രൂപ കിട്ടുമ്പോൾ തന്നെ അവർക്കത് ഓക്കെ ആണ്. ഓക്കെ, ചെറിയ ക്യാപിറ്റൽ ഇട്ട് ട്രേഡ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളൊരു 5000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ പ്രീമിയം 10,000 രൂപ ക്യാപിറ്റൽ എടുത്തിട്ട് ഈ പറയുന്ന പോലെ ഒരു പ്രീമിയം 100 ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു 500 ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ഹോൾഡ് ചെയ്യും. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്കൊരു 2 രൂപ 3 രൂപ പ്രോഫിറ്റ് വന്നേക്കാം. ഈ 13 രൂപ 10 രൂപ എന്നുള്ളത് ഒരു 15 രൂപയിലേക്കൊക്കെ എത്തിയേക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല, പെർസെൻറ്റേജ് വൈസ് അല്ല കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു 30 രൂപ 40 രൂപ ആവട്ടെ എന്ന രീതിയിലുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ക്യാപിറ്റൽ പലപ്പോഴും ലോസ് ആവുന്നതും സീറോയിലേക്ക് പോകുന്നതും. ഇനിയിപ്പോൾ മന്ത് എൻഡാണ് നമ്മൾ പ്രീമിയം സെലക്ട് ചെയ്യുന്നത് വയ്ക്കുക. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ 7 രൂപ 2 രൂപ 3 രൂപ പ്രീമിയം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത് അത്രയും ഏകദേശം 10,000 പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഒരു 8,000 പോയിൻറ്റ്സിൻ്റെ അപ്പുറത്തുള്ള ഒരു പ്രീമിയമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ആ ഒരു മാർക്കറ്റ് അങ്ങടേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കണം. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ BTST ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണിത്. ഈ പ്രീമിയം ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ പ്രീമിയം എടുത്താൽ പോലും നിങ്ങളിപ്പോൾ ഒരു 5 രൂപ 10 രൂപയുടെ പ്രീമിയം എടുത്താൽ പോലും നിങ്ങളുടെ റിട്ടേൺ പെർസെൻറ്റേജ്, അതായത് നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെടുത്ത പ്രീമിയത്തിൻ്റെ സെർട്ടൺ പെർസെൻറ്റേജ് വൈസ് 10% അല്ലെങ്കിൽ 5% മതിയെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ 5% സിമ്പിളായിട്ട് തന്നെ കിട്ടും, അല്ലെങ്കിൽ 10% ഷുവറായിട്ട് കിട്ടും. ഓക്കെ, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇവിടെ എടുക്കുന്ന എൻട്രി ഏത് സമയത്ത് എടുക്കണം, എപ്പോഴാണ് എടുക്കേണ്ടത്, ഓക്കെ, ഇതിനെക്കുറിച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ളൊരു അനാലിസിസ് ചെയ്യണം. ഇത് നമ്മളിപ്പോൾ പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ്. നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വരുന്നത് എന്നതിൻ്റെ ഒരു റിയലായിട്ടുള്ള ഒരു ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ പ്രീമിയം സെലക്ട് ചെയ്ത ശേഷം എപ്പോഴാണ് എൻട്രി എടുക്കുന്നത്, എത്ര രൂപയ്ക്ക് എൻട്രി എടുത്താൽ എത്ര രൂപ വരെ പോകണം, ഏത് സമയത്താണ് എൻട്രി എടുക്കേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐഡിയയും കൂടി വേണം. ഓക്കെ, അപ്പോൾ BTST ട്രേഡിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ ഒരു മിസ്റ്റേക്കുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രീമിയം സെലക്ട് ചെയ്ത ശേഷം ഏത് സമയത്ത് എൻട്രി എടുക്കണം. ഇപ്പോൾ തൊട്ടടുത്ത എക്സ്പയറി, ഇപ്പോൾ നാളെയാണ് എക്സ്പയറി എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എപ്പോൾ എടുക്കണം, എത്ര പ്രീമിയം ഉള്ളത് എടുക്കണം, എത്ര പെർസെൻറ്റേജ് എടുക്കണം, അല്ലെങ്കിൽ ഒരു മാസം ഹോൾഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം. നമ്മൾ നമ്മുടെ ICT കോൺസെപ്റ്റ് പ്രകാരമുള്ള പ്രൈസ് ആക്ഷനും കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു പ്രീമിയം സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ് ഒരു എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് വൈസുള്ള റിട്ടേൺ ഷുവറായിട്ടും കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.